ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നൊരു ഈസി മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുളകിട്ട മീൻ കറി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് മങ്കട മീനാണ്. ഇവിടെ മങ്കട മീൻ തൊലി കളഞ്ഞാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മങ്കട മീൻ കഴുകി വെട്ടി വൃത്തിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഫ്ലഷി ആയിട്ടുള്ള ഏത് മീൻ വേണേലും ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി ചതച്ചത്, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ നമ്മുടെ മൺചട്ടിയിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഓൾറെഡി ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുഞ്ഞുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുമ്പം ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട, ആ ഒരു പച്ച മാറിയാൽ മാത്രം മതി, ഒന്ന് വാടി വരിക മാത്രം മതി, അല്ലാതെ അങ്ങ് മൂത്ത് ബ്രൗണിഷ് കളറൊന്നും ആവണ്ട. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. കറിവേപ്പില ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴഞ്ഞ് വരുന്ന കഴിയുമ്പോഴത്തേന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ഫ്ലഷുള്ള മീനും ഉപയോഗിക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. മങ്കട തന്നെ ഉപയോഗിക്കണം എന്നില്ല, ഫ്ലഷി ആയിട്ടുള്ള ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടി ഇവിടെ കശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. കശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം ഉപയോഗിക്കുന്നുണ്ട്. എരിവ് കുറവാണല്ലോ കശ്മീരി മുളക് പൊടിക്ക്, കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങളുടെ വീട്ടിലെ മുളക് പൊടിയുടെ ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്കത് ആവശ്യത്തിന് എരിവ് കുറച്ചും കൂട്ടും ഉപയോഗിക്കാം. ഇനി നമ്മൾ ഇതിനൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തക്കാളി അരച്ചാണ് ചേർക്കുന്നത്. വേവിക്കൊന്നും വേണ്ട, ഡയറക്റ്റ് തക്കാളി കട്ട് ചെയ്ത് മിക്സിയിലിട്ട് അരച്ച് ചേർക്കുക. ഇനി ഈ മുളക് പൊടിയുടെയും ഈ തക്കാളീൻ്റെയും ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റുക. ആ ഒരു പച്ചമണം മാറി അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരണം, അതാണ് നമ്മുടെ പരുവം. അപ്പം നല്ലപോലെ പച്ചമണം മാറി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കാണാം എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ലേശം ഉലുവാപ്പൊടി ചേർക്കാം. നമ്മളിവിടെ മീൻകറിക്ക് ഉലുവാപ്പൊടി ചേർക്കാം, അതൊരു പ്രത്യേക ഫ്ലേവർ എൻഹാൻസ് ചെയ്യും നമ്മുടെ മീൻകറിക്ക്. അപ്പോൾ നമ്മൾ ഒരു ലേശം, ഞാൻ മുമ്പേ നമ്മളുടെ ഇൻഗ്രീഡിയൻസിനകത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഉലുവാപ്പൊടിയും കൂടി ഇതിനകത്തിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം അതും ഒന്ന് പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഹൈയിലിടണ്ട. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഏകദേശം ഒരു കപ്പോളം വെള്ളം ആഡ് ചെയ്യാം. ഒരുപാടങ്ങ് വെള്ളം ആഡ് ചെയ്യരുത്, കാരണം ഈ കറി അങ്ങ് ഒരുപാടങ്ങ് വെള്ളമായി പോകും. അപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഒന്ന് വരുന്നതിന് മുന്നേ തന്നെ നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് കൊടംപുളിയാണ്. അപ്പോൾ കൊടംപുളി നമ്മുടെ ഒരു പുളിക്കനുസരിച്ച് ആഡ് ചെയ്യുക. ചിലർക്ക് മീൻകറിക്ക് നല്ല പുളി വേണം, അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം അനുസരിച്ച് കൊടംപുളി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിനുശേഷം നമുക്കിതിനകത്തിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് ഇനി ഇതിനൊരു തിള വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു തിള വന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് നമ്മളുടെ മീൻ പെറുക്കിയിടാം. മീൻ വേഗം വേവും, ഒരു തിള മതി മീൻ വേവുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് പെറുക്കിയിട്ട് കൊടുക്കാം. ഇത് ഇട്ടതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. ഒരു തിള വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മീൻകറി റെഡിയാവും. അപ്പം ഇതാണ് നമ്മളുടെ മീൻകറിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ തൂവിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ അത് ഈ പ്രാവശ്യം ചെയ്തിട്ടില്ല, പക്ഷെ നമ്മളത് ചെയ്യാറുണ്ട്. പ്രാവശ്യം സത്യത്തിലും വിട്ടുപോയതാണ്. അപ്പം ലാസ്റ്റ് ഇത് അത്രയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻകറി അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് ഇത്രയും ചെയ്തിട്ട് ഫൈനൽ ഒരു ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പില നമ്മൾ ഓൾറെഡി ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൂടാതെ ഇപ്പം ഒന്നും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളിവിടെ ഉപ്പ് നോക്കിയ സമയത്ത് ഒരു ലേശം ഉപ്പ് കുറവ് ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് ഒന്നുകൂടെ ഉപ്പ് ഇട്ടത്. നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കറിവേപ്പിലയൊന്ന് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മീൻകറിയുടെ ഫൈനൽ ലുക്കായി. അപ്പം ഇതാണ് നമ്മളുടെ ഈസി മീൻകറി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പുറത്ത് വെക്കാം, നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇരിക്കുന്നോറും കുറുകി വരുന്ന ഒരു മീൻകറിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ ശരി, ബായ്.